ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ 14 ദിവസത്തേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 30 വരെയാണ് കസ്റ്റഡി കാലാവധി. 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമെന്നും കൂട്ടുപ്രതികളുടെ പങ്ക് വ്യക്തമാകണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്. കൃത്യമായ ഗൂഢാലോചന, സംഘം ചേരൽ, വ്യാജ രേഖ ചമയ്ക്കൽ എന്നിവ നടത്തി കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ പരിശോധനയും തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നും മാത്രമേ ഇതിലെ പങ്കാളികളെ കുറിച്ചുകൂടി ഒരു വ്യക്തത വരികയുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുമൊരു ഉപകരണമാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും അവസാനമായി മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ കുടുക്കിയതാണ്, തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന് ഉറപ്പാകുകയല്ലേ? തീർച്ചയായും രോഹിണി, ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ പറഞ്ഞത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത്. അതായത് ഇത്രയധികം സ്വർണം കവർച്ച ചെയ്തിട്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥരോ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്. വലിയ ഗൂഢാലോചന തന്നെയാണ് നടന്നിട്ടുള്ളത്. വലിയ പദ്ധതി ഇട്ട ശേഷമാണ് ഈ സ്വർണം ശബരിമലയിൽ നിന്നും കടത്തിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ വ്യക്തമായി 2 കിലോയിലധികം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്ക്, അതായത് സ്വർണം വേർതിരിക്കാൻ സ്മാർട്ട് ക്രിയേഷൻസിന് പങ്കുണ്ടായിരുന്നുവെന്നും മറ്റുള്ളവരുടെ പങ്ക് കൂടെ വ്യക്തമാകുന്നുവെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതിനെ കൂടുതൽ കസ്റ്റഡി ആവശ്യമാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം കോടതിയെ അന്വേഷണ സംഘം ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇനിയുള്ള 14 ദിവസം അത് നിർണായകമാണ്. ഇനിയുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തുക. ഇനി അടുത്തതായുള്ളത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരെ കൂടെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മറ്റ് അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഇത് തന്നെയാണ്. അതായത് ലക്ഷോപലക്ഷം വരുന്ന ഭക്തരുടെ വിശ്വാസത്തെ ഗനിച്ചുകൊണ്ടാണ് ഈ സ്വർണം കടത്തിയിരിക്കുന്നത്. ശബരിമലയിലെ അത്രയും മൂല്യവത്തായിട്ടുള്ള ഈ ഒരു സ്വർണം അവിടെ നിന്നും കടത്തിയതിൽ പങ്കുള്ള ഓരോ ഉദ്യോഗസ്ഥരും, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ള കാര്യം കൂടെ, അതായത് അനൗദ്യോഗിക വിവരങ്ങൾ കൂടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഈ അന്വേഷണം ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റുള്ളവരിലേക്കും എത്തുക. കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിയിലേക്കും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൂടുതൽ വ്യക്തത വരേണ്ടത്. കൽപേഷിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഈ സ്വർണം കടത്തി എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഈ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്.